ഇന്ന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലുള്ളപ്പോൾ എങ്ങനെയാണ് വഖഫ് ബോർഡിനെ നമ്മൾ കണ്ടത്, നമ്മൾ സംരക്ഷിച്ചു പോകുന്നത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറും. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് അധികാരത്തിലെത്തിയുള്ള UDF ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യങ്ങളിലുള്ള ഇരട്ടത്താപ്പ് രാഷ്ട്രീയമായി എങ്ങനെയാണ് വഖഫ് ബോർഡിനെ അവർ ഉപയോഗപ്പെടുത്തിയത്, എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത, ആ പ്രവൃത്തി ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് CPM ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് വഖഫ് ബോർഡിൻ്റെ പുനഃസംഘടനയോ അല്ലെങ്കിൽ വഖഫുമായുള്ള കാര്യങ്ങളോ മാത്രമല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അത് മുസ്ലിം ജനവിഭാഗമായാലും ക്രിസ്ത്യൻ പാർസി വിഭാഗങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ കൂടിയും അവരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ഭാഷ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. ന്യൂനപക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി അവരെ നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല. അത് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്ന രീതിയും ഇടതുപക്ഷത്തിനില്ല. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിരോധാഭാസം എന്ന് പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് UDF ലക്ഷ്യം വെക്കുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വഖഫ് ബോർഡ് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണ്. ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങളുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല എന്നൊരു നിലപാടാണ് അന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ നിലപാട് ശരിയാണ് എന്നാണ് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നതും ആ നിലപാട് ശരിയാണ് എന്നാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഭരണഘടനയുടെ അധികാരങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം, ആ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് നിരവധി തെളിവുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നായി എണ്ണി പറയാൻ നമുക്ക് കഴിയും. ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളുടെ സംരക്ഷണം, ആയിരക്കണക്കിന് ഏക്കർ സ്വത്തുക്കളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ കാല ഭരണത്തിൻ്റെ കാലയളവിൽ. കേരളത്തിൽ തന്നെ അധികാരത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ
കൊള്ളയടിച്ച വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുകയുണ്ടായി. ധാരാളം കേസുകൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുള്ള വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഏറ്റവും കൂടുതൽ അത് തീർപ്പ് കൽപ്പിച്ച ഗവൺമെൻറ് ആയിരുന്നു. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഗവൺമെൻറ്റും അന്നത്തെ വഖഫ് ബോർഡും എന്നുള്ള കാര്യം അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. കാരണം അതിന് വ്യത്യസ്തമായിട്ടുള്ള മതനേതാക്കൾ നമ്മോടൊപ്പമുണ്ട്. അവർക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ആ കാര്യങ്ങളിൽ അന്നത്തെ ഗവൺമെൻറ്റും അന്നത്തെ വഖഫ് ബോർഡും ഇടപെട്ടത് എന്നുള്ളത്. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഒരു വാക്കുകൊണ്ട് പോലും വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങളുടെ മുന്നിൽ എനിക്ക് കഴിയും. കാരണം അസത്യമായുള്ള ഒരു കാര്യം പോലും, ഒരു കളവ് പോലും ഈ വിഷയത്തിൽ പറയാൻ ഇന്നേ വരെ ഞങ്ങൾക്കാർക്കും ഇടവന്നിട്ടില്ല. കാരണം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? കളവുകൾ എങ്ങനെ സത്യമാക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റായാലും നമ്മുടെ പത്രമാധ്യമങ്ങളായാലും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ചെയ്യുന്ന ഏതെങ്കിലും വാർത്തകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സത്യസന്ധമായും വസ്തുതാപരമായും ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള വലിയൊരു ചർച്ചക്കാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കും. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മോഹൻ അവർ അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഓരോ ക്ലോസുകളും വെച്ച് സംസാരിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറയും. അതോടൊപ്പം തന്നെ ഉമ്മർ ഫൈസി മുക്കം, ബഹുമാനപ്പെട്ട മുൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ഫൈസി ഉസ്താദ് അടക്കം എല്ലാവരും വേദിയിലുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന്, സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഈ ഗവൺമെൻറ്റിന് ഒരു തരത്തിൽ പോലുള്ള ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. 100% എന്താണോ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന അധികാരങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള ആ അധികാരങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് ആ അധികാരങ്ങൾ കൃത്യമായി അവർക്ക് നൽകുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് അധികാരങ്ങൾ ലഭ്യമാകുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ അറിഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഔദ്യോഗികമായി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്.